എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ പീസുകളെല്ലാം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇഡ്ഡലി തട്ട് അല്ലെങ്കിൽ സ്റ്റീമറിന്റെ തട്ട് എടുത്താലും മതി കേട്ടോ. ഒന്ന് ആവിയിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് ഗ്രേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് അട്ടിയായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ, കുറേശ്ശെ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി എല്ലാ തട്ടിലുമായിട്ട്. എന്നിട്ട് നമ്മളിതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റിൽ കൂടുതൽ ആവി കയറ്റിയെടുക്കരുത് കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. ഒരു 3 മിനിറ്റ് അതാണ് കേട്ടോ പാകം. ഇപ്പൊ ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് ഇത് എടുത്തിട്ട് ഒരു കിച്ചൺ ടവലിൽ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. കാരണം ഈ ഒരു ആവി കയറിയപ്പോൾ ചെറുതായിട്ട് വെള്ളത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പൊ അതുവരെ നമുക്കിത് ഇതുപോലൊരു ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂയിലോ ഒക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് കേട്ടോ. അടപ്പൊക്കെ ഉള്ളൊരു കണ്ടെയ്നറാണ്, അടച്ചു വെക്കാൻ പറ്റുന്ന. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രയാണ് ഉരുളക്കിഴങ്ങുള്ളത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഈ പൊടികളെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെറിയ അളവായതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഡ്രൈ ആയി വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ പീസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ടൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ഫ്ലോറൊക്കെ. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഇതുപോലെ നമുക്കൊരു സിപ്ലോ കവറിലോ കണ്ടെയ്നറിലോ ഒക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പൊ നമുക്കൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ കുറച്ച് താമസം വരും. ഇപ്പൊ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.